ഗുരുപാദങ്ങളിൽ പ്രണാമം. എല്ലാവർക്കും നമസ്കാരം. മുനി നാരായണപ്രസാദ് സ്വാമിയുടെ പ്രാർത്ഥന എന്ത്, എന്തിന്, എങ്ങനെ, ദൈവദശകം 2-ാമത്തെ ശ്ലോകമാണ് ഇന്നിവിടെ വർത്തമാനം ചെയ്യുന്നത്. എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. ഓരോന്നായി എണ്ണിയും അളന്നും അറിയാവുന്നതായ പൊരുളുകളെല്ലാം അവസാനിച്ചാലും അതിനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായി അറിയുന്നവൻ അഥവാ ദൃക്ക് അവശേഷിക്കും. അങ്ങനെ എണ്ണിയും അളന്നും അറിയാവുന്ന പ്രപഞ്ചം എങ്ങനെയാണോ അറിയുന്നവനിൽ അടങ്ങി നിൽക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ച എന്ന വണ്ണം എൻ്റെ ഉള്ളം അല്ലെങ്കിൽ അറിയുന്നവനാണ് ഞാൻ എന്ന ഭാവം നിന്നിലമർന്ന് സ്വന്തമായ സ്പന്ദനമില്ലാതായിത്തീരുന്ന അനുഭവമുണ്ടാകണം. ദൈവത്തിൻ്റെ സ്വരൂപം അറിവ് തന്നെയാണ് എന്നും അതറിയാനിടയാകുന്നതും ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ വേണമെന്നും 1-ാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടു. അദ്വൈതി ദൈവത്തെ വെറും സർവനിയന്താവായിട്ടല്ല, എല്ലാറ്റിനെയും തന്നിൽ ഉൾക്കൊള്ളുന്ന പരമ്പൊരുളായിട്ടാണ് കാണുന്നത്. ആ പൊരുളിൻ്റെ അന്തസാരം അറിവാണെന്നും കണ്ടു. ആ അറിവിൽ കാണുന്ന പ്രപഞ്ചവും ആ പ്രപഞ്ചത്തെ അറിയുന്ന ഞാനും ഒക്കെ ഉള്ളടങ്ങി നിൽക്കുന്ന ഒരു ദർശനമാണ് ഈ ശ്ലോകത്തിൽ ഗുരു അവതരിപ്പിക്കുന്നത്. എല്ലാം നിന്നിൽ അടങ്ങി നിൽക്കുന്ന അഥവാ നിന്നിൽ നിന്ന് അന്യമല്ലാതായി കാണുന്ന അനുഭവമുണ്ടാകണമെന്നാണ് ഈ ശ്ലോകത്തിലെ പ്രാർത്ഥന. ശങ്കരാചാര്യർ 40 ശ്ലോകങ്ങളുള്ള ഒരു ചെറു കൃതി എഴുതിയിട്ടുണ്ട്. പേര് ദൃഗ്ദൃശ്യ വിവേകം. പേരുകൊണ്ട് തന്നെ ഊഹിക്കാം ദൃക്കേത് ദൃശ്യമേത് എന്ന് വിവേചിച്ചറിയേണ്ടത് എങ്ങനെയെന്നതാണ് ഇതിലെ ചർച്ചാ വിഷയമെന്ന്. വെളിയിൽ കാണുന്ന രൂപം ദൃശ്യമാണെന്ന് നമുക്കെല്ലാം അറിയാം. അതിനെ കാണുന്നത് കണ്ണാണ്. അതുകൊണ്ട് കണ്ണാണ് അവിടെ ദൃക്ക്. രൂപത്തിന് എത്ര വൈവിധ്യമുണ്ടായിരുന്നാലും ഒരു കണ്ണ് തന്നെ എല്ലാറ്റിനെയും കാണും. എന്നാൽ കണ്ണിന് അവസ്ഥാവ്യത്യാസങ്ങളുണ്ടാകാം. കാഴ്ചശക്തി കൂടിയും കുറഞ്ഞുമിരിക്കാം. ഒട്ടും കാണാത്ത അവസ്ഥയും വന്നുകൂടിയെന്ന് വരാം. എന്നാലും അതിനെ നമ്മുടെ മനസ്സ് കാണുന്നുണ്ട്. അതുകൊണ്ട് കണ്ണ് ദൃശ്യമായിരിക്കുമ്പോൾ അതിന് ദൃക്കായിരിക്കുന്നത് മനസ്സാണ്. മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടാകാം, സങ്കല്പങ്ങളുണ്ടാകാം, സന്ദേഹങ്ങളുണ്ടാകാം, ശ്രദ്ധയും അശ്രദ്ധയും ഉണ്ടാകാം, സ്ഥിരതയും അസ്ഥിരതയും ഉണ്ടാകാം. അതുപോലെ സൗമനസ്യം, ധാരണ, ഭയം എന്നിങ്ങനെയുള്ള ആന്തരിക ഭാവങ്ങളൊക്കെ ഉണ്ടാകാം. ഈ ഭാവവ്യത്യാസങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോധമാണ്. അതുകൊണ്ട് മനസ്സ് ദൃശ്യമായിരിക്കുമ്പോൾ അതിൻ്റെ ദൃക്ക് ബോധമാണ്. എന്നാൽ ബോധത്തെ ദൃശ്യമാക്കിക്കൊണ്ട് ദൃക്കായിരിക്കുന്ന മറ്റൊന്നില്ല. അത് ദൃക്കും ദൃശ്യവുമായിരിക്കുന്നു. അതിന് പിന്നിലേക്ക് പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ ബോധത്തെ സാക്ഷി ചൈതന്യം എന്ന് വേദാന്തികൾ വിളിക്കാറുണ്ട്, പ്രത്യഗാത്മാ എന്നും വിളിക്കാറുണ്ട്. ഈ സാക്ഷി ചൈതന്യത്തിന്റെ വ്യാപ്തിയിൽ പെടാത്തതായി ഒരു തരത്തിലുള്ള ദൃശ്യവുമില്ല. അങ്ങനെ സ്ഥൂലവും സൂക്ഷ്മവുമായ സമസ്ത പ്രപഞ്ചവും സാക്ഷി ചൈതന്യം എന്നൊരു ബിന്ദുവിൽ വന്നൊതുങ്ങുന്നത് പോലെ തോന്നിപ്പോകുന്നു. എന്നാൽ ഈ പ്രക്രിയ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു ബിന്ദുവിൽ ഒതുങ്ങി നിൽക്കുന്ന ബോധം ദൈവമാകുന്ന സമഷ്ടിബോധത്തിൽ വിലീനമായി
അസ്പന്ദമായി തീരണം. അപ്പോഴേ അത് പൂർത്തിയാകുന്നുള്ളൂ. ശങ്കരാചാര്യർ പഴയ ശൈലിയിൽ പറഞ്ഞതിനെ നമുക്ക് പുതിയ ശൈലിയിലും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈ വാക്കുകൾ ഒരു പേന കൊണ്ട് കടലാസിൽ ഞാൻ എഴുതുന്നു. കടലാസും പേനയും ഞാൻ നന്നായി കാണുന്നുണ്ട്. എന്നാൽ കടലാസിന്റെ ഒരു വശമേ കണ്ണിൽ പെടുന്നുള്ളൂ. മറുവശം മറഞ്ഞിരിക്കുകയാണ്. മറുവശം തിരിച്ചു നോക്കുമ്പോൾ എഴുതിക്കൊണ്ടിരുന്ന വശം മറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ ഉരുണ്ട പേനയുടെ ഒരു വശം മാത്രമേ ഞാൻ നേരിട്ട് കാണുന്നുള്ളൂ. മറുവശം നോക്കുമ്പോൾ ആദ്യം കണ്ടുകൊണ്ടിരുന്ന വശം മറഞ്ഞു പോകുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും വെള്ളക്കടലാസും പേനയും അതിൻ്റെ മുഴുവൻ രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന അനുഭവമാണ് എനിക്കുള്ളത്. ഈ അനുഭവത്തിൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നതിനോട് മറഞ്ഞിരിക്കുന്നതിൻ്റെ രൂപം മനസ്സിലുള്ളതും കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിയാറില്ലെന്ന് മാത്രം. കാണാമറയത്തിരിക്കുന്നത് വാസ്തവത്തിൽ ഉള്ളതാണോ എന്ന് സംശയിക്കാത്തത്. തിരിച്ചു നോക്കിയാൽ അതും കാണാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കടലാസിന്റെയും പേനയുടെയും പൂർണ്ണരൂപം ഞാൻ ദർശിക്കുന്നത് നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്നതിനോട് മറഞ്ഞിരിക്കുന്നതിനെ സംബന്ധിച്ച് ഭാവനയിലുള്ളതും കൂടി ചേർത്തിട്ടാണ് എന്നതിൽ സംശയമില്ല. നേരിട്ട് നാം കൺമുന്നിൽ കാണുന്നത് എന്ന അനുഭവത്തിൽ സങ്കല്പത്തിലുള്ളതിനും കൂടി സ്ഥാനമുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരുന്നു എന്നർത്ഥം. ഇനി അല്പം കൂടി വെളിയിലേക്ക് കടന്നു നോക്കാം. വെളിയിൽ വിസ്തൃതമായി കിടക്കുന്ന ലോകം കാണാം. അതിനെയെല്ലാം കൂടി ദൃശ്യപ്രപഞ്ചം എന്ന് നമ്മൾ വിളിക്കും. വിശ്വത്തിനാകെ കൂടി ഒരു രൂപം സങ്കല്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിലും സൗരയൂഥത്തിന്റെ രൂപം നിർണയിച്ചിട്ടുണ്ട്. അതിൽ ഭൂമിയുടെ സ്വരൂപം വളരെ വിശദാംശങ്ങളോടുകൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണു തുറന്ന് ഭൂമിയെ നോക്കുമ്പോൾ ദർശനപഥത്തിൽ പെടുന്നതിനെ മാത്രം വച്ചുകൊണ്ടല്ല ദൃശ്യലോകത്തിനൊരു സ്വരൂപം നിശ്ചയിക്കുന്നത്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാവുന്നത് അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു ചെറിയ പ്രദേശം മാത്രമാണ്. അതിനപ്പുറത്തേക്കും ലോകം നീണ്ടുകിടക്കുന്നുണ്ട്. അങ്ങനെ നീണ്ടുകിടക്കുന്നതായി മനസ്സിൽ കാണുന്നതിനെ നേരിട്ട് കാണുന്ന ചെറിയ അർദ്ധവൃത്തത്തിനോട് ചേർത്ത് വച്ചിട്ടാണ് ദൃശ്യപ്രപഞ്ചം എന്ന് നാം പറയുന്നത്. അതിൽ നേരിട്ട് ദർശിക്കുന്ന അംശം വളരെ ചെറുതും മനസ്സിൽ കാണുന്ന അംശം വളരെ വലുതുമാണ്. മനസ്സിൽ കാണുന്ന വലിയ അംശം സത്യമാണെന്ന് നാം കരുതുന്നത് അതിരിക്കുന്നിടത്ത് ചെന്നാൽ നേരിട്ട് കാണാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് മാത്രമാണ്. നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതായ ദൃശ്യപ്രപഞ്ചത്തിൽ നേരിട്ട് കാണുന്നതിനേക്കാൾ മനസ്സിൽ കാണുന്നതിനാണ് സ്ഥാനമുള്ളത് എന്ന് വന്നു ചേരുന്നു. ഇനി അല്പം കൂടി സൂക്ഷ്മമായ ഒരു തലം പരിശോധിക്കാം. ദൃശ്യപ്രപഞ്ചത്തിന് ഓരോന്നിനെയും ഇതിന്നത് എന്നറിയുന്നതാണല്ലോ ഒന്നൊന്നായി തൊട്ടെണ്ണുന്നത്. ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കണ്ടിട്ടുള്ള ഒന്നിനോടും സാമ്യമില്ലാത്തതുമായ ഒരു വസ്തു ആദ്യമായി കാണുമ്പോൾ ഇതിന്നത് എന്നറിയാൻ സാധിക്കുകയില്ല. കണ്ടോ അറിഞ്ഞോ പരിചയമുള്ളതിനെ മാത്രമേ തിരിച്ചറിയാനാവൂ. പരിചയമുള്ള വസ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിൽ അതിനെ സംബന്ധിക്കുന്ന ഓർമ്മ സംസ്കാരത്തിന്റെ രൂപത്തിൽ ഇരിക്കുന്നുണ്ട് എന്നാണ്. ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ ഓർമ്മയുടെ ശേഖരത്തിൽ നിന്നും അതിനെ സംബന്ധിക്കുന്ന സ്മരണയെ ചികഞ്ഞെടുത്തു കൊണ്ടുവന്ന് അതിനെ കൺമുമ്പിൽ കാണുന്നതിൽ വിക്ഷേപിച്ചിട്ടാണ് ഇതിന്നത് എന്ന് തിരിച്ചറിയുന്നത്. ഇത് കസേര എന്ന് തിരിച്ചറിയുമ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള കസേര എന്ന അനുഭവം ഉണ്ടാക്കിയിട്ടുള്ള സംസ്കാരത്തിന്റെ ഒരു മൂർത്തഭാവത്തെ വെളിയിൽ ദർശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഓരോ വസ്തുവിനെയും തിരിച്ചറിയുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഉള്ളിലുള്ള അറിവാണ്. ബാഹ്യദൃശ്യം എന്ന് നാം വിളിച്ചു പോരുന്ന പ്രതിഭാസം ആ അറിവുണരുന്നതിന് ഒരു ഉപാധിയായിരിക്കുന്നതേയുള്ളൂ. ഇനി നേരിട്ട് മുന്നിൽ കാണുന്ന ഭൗതിക വസ്തുവിന്റെ സ്വരൂപം തന്നെ നോക്കാം. എന്റെ കൺമുമ്പിൽ ഒരു റോസാപ്പൂ ഇരിക്കുന്നു. അതിന്റെ നേരിയ മണം വായുവിലൂടെ വരുന്നുണ്ട്. മണം റോസാപ്പൂവിന്റെ ഒരു ഭൗതിക ഗുണമാണ്.
അതിൻ്റെ ഉണ്മയെ ഞാൻ അറിയുന്നത് ഞാൻ അനുഭവിക്കുന്ന മണമായിട്ടാണ്. ആ മണം ഞാൻ അനുഭവിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളിനുണ്ടാകുന്നത് അതേ അനുഭവം തന്നെയാണോ എന്ന് പരിശോധിച്ചു നോക്കാനുള്ള ഒരു മാർഗവുമില്ല. പൂവിൻ്റെ ആകൃതിയും കാണുന്നു എന്നത് മറ്റൊരു അനുഭവമാണ്, അതൊരറിവാണ്. അതായത് പൂവിൻ്റെ ആകൃതി വിശേഷം ഉണ്ടായിരിക്കുന്നത് അറിവിൻ്റെ രൂപത്തിലാണ്. അറിയുന്ന അറിവല്ല എന്നുണ്ടെങ്കിൽ ആകൃതി വിശേഷം അർത്ഥമില്ലാത്തതായിത്തീരുന്നു. ആകൃതി ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ളത് അപ്പോൾ പ്രസക്തമാകുന്നില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അനുഭവത്തിൻ്റെ അഥവാ അറിവിൻ്റെ ഘനീഭാവം തന്നെയാണ് വെളിയിലുള്ളതായി നാം വ്യവഹരിക്കുന്ന നിറം. ഇതുപോലെ പൂവിൻ്റെ നൈർമല്യം, മൃദുത്വം എന്നിങ്ങനെയുള്ള എല്ലാ ഗുണവിശേഷങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അതെല്ലാം ഉണ്ടായിരിക്കുന്നത് അറിവിൻ്റെ സ്വരൂപത്തിലാണെന്ന് കാണാം. ഇത് തന്നെയാണ് എല്ലാ വസ്തുക്കളുടെയും സ്ഥിതി. എല്ലാം അറിവിൻ്റെ അനുഭവമുഖങ്ങൾ തന്നെ. അറിവിനെ വിട്ടൊരു വസ്തു അന്യമില്ല എന്ന് അങ്ങനെ തീർച്ച വരുന്നു. ഇനി റോസാപ്പൂവിൻ്റെ ഗുണങ്ങളെ വിട്ടിട്ട് റോസാപ്പൂവിൻ്റെ കാര്യം തന്നെ എടുക്കാം. റോസാപ്പൂ മുമ്പിലിരിക്കുമ്പോഴും നമ്മൾ നേരിട്ട് കാണുന്നത് റോസാപ്പൂവിനെയല്ല, അതിൻ്റെ നിറം, രൂപം, മണം തുടങ്ങിയ ഗുണങ്ങളെയാണ്, അഥവാ ധർമ്മങ്ങളെയാണ്. ഈ ധർമ്മങ്ങൾക്കെല്ലാം ഇരിപ്പിടമായിരിക്കുന്നത് ധർമ്മിയാണ്. എന്നാൽ ധർമ്മിയെ നമ്മൾ നേരിട്ട് കാണുന്നതേയില്ല, കാണുന്നതെല്ലാം ധർമ്മങ്ങളെയാണ്. അപ്പോൾ ധർമ്മിയില്ലേ? ഉണ്ട്. ധർമ്മിയില്ലാതെ ധർമ്മങ്ങൾക്കുണ്ടായിരിക്കാനാവുകയില്ല. അപ്പോൾ ധർമ്മി എവിടെ ഇരിക്കുന്നു? ധർമ്മി ഉണ്ടെന്ന് അറിയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ധർമ്മി ഇരിക്കുന്നത് അറിവിലാണ്. അറിവിലിരിക്കുന്ന ഏതും സ്വരൂപത്തിൽ അറിവ് തന്നെയായിരിക്കണം. ചുരുക്കത്തിൽ ധർമ്മിയായ റോസാപ്പൂവിരിക്കുന്നത് അറിവിലാണ്. റോസാപ്പൂവിന്റെ സ്ഥാനത്ത് നമ്മൾ പ്രപഞ്ചത്തെ മുഴുവൻ കാണണം. പ്രപഞ്ചത്തിന്റെയും ധർമ്മങ്ങളെ കണ്ടിട്ടാണ് പ്രപഞ്ചത്തെ കാണുന്നു എന്ന് നമ്മൾ കരുതുന്നത്. വാസ്തവത്തിൽ ധർമ്മിയായ പ്രപഞ്ചമുള്ളത് അറിവിലാണ്. ധർമ്മങ്ങളെല്ലാം അറിവിലാണ് ഉള്ളതെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ചുരുക്കത്തിൽ ധർമ്മവും ധർമ്മീയമുള്ളത് അറിവിലാണ്. അപ്പോൾ വെളിയിലിരിക്കുന്ന വസ്തുവോ, ഉദാഹരണത്തിന് റോസാപ്പൂവ്, അത് അറിവിന്റെ മായാവിലാസമാണെന്ന് മാത്രമേ ഉത്തരമുള്ളൂ. അങ്ങനെ ഒന്നൊന്നായി എണ്ണാവുന്ന സകലതും ഒരൊറ്റ അറിവിൽ അഥവാ ദൃക്കിൽ വന്ന് ഒതുങ്ങുന്നു. ഈ അറിവ് ആരുടേത്? നമ്മുടെ അറിവ് തന്നെ. ഞാൻ എന്നതും ഈ അനന്തവിസ്തൃതമായ വിശ്വത്തിലെ ഒരു കണം മാത്രമാണ്. ആ അനന്തതയെ മുഴുവൻ വിഴുങ്ങി നിൽക്കുന്ന ഒരറിവുണ്ട്. അതിലൊരു കണമാണ് ഞാനും. ആ ഞാൻ എന്നതിൽ അഥവാ ദൃക്കിലാണ് ഇപ്പോൾ പ്രപഞ്ചം വന്ന് ഒരു ബിന്ദുവിൽ എന്ന പോലെ ചുരുങ്ങി നിൽക്കുന്നത്. ഈ അറിവിന്റെ ബിന്ദുവിനെ അഖണ്ഡ ചിന്മയമായ ദൈവത്തിൽ നിന്ന് അന്യമല്ലാതെ കണ്ട് ഞാൻ എന്നതിന് ആ അനന്ത ചൈതന്യത്തിന്റെ ഭാഗമെന്ന നിലയിലല്ലാതെ സ്വന്തമായ സ്പന്ദനം ഇല്ലെന്നറിഞ്ഞ് അതിലൊന്നായിത്തീരുന്നത് തന്നെയാണ് അദ്വൈതജ്ഞാനത്തിന്റെ പരകോടി. നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം എന്ന് കേൾക്കുമ്പോൾ ഇതൊരു ഉപമയാണെന്ന് ആദ്യം തോന്നും. ഉപമയിൽ പരിചിതമായ ഒന്നിന്റെ സഹായത്തോടെ പരിചിതമല്ലാത്ത തത്വപരമായ മറ്റൊന്നിനെ പരിചയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഏതുപോലെ എന്ന് ചോദിച്ചാലോ, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പരിചിതമല്ല. ഈ പഠനം കൊണ്ട് നമുക്ക് കൈവരേണ്ട അറിവിന്റെ ഒരു താത്വിക വശമാണത്. അതുപോലെ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം എന്നതും ലക്ഷ്യമാക്കുന്ന ഒരു താത്വിക അനുഭൂതിയാണ്. അപ്പോൾ അപരിചിതമായ ഒന്നുകൊണ്ട് അപരിചിതമായ മറ്റൊന്നിനെ പരിചയിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇരിക്കുന്നു. ഇതൊരു ഉപമയാണ് എന്ന കണ്ണുവെച്ച് നോക്കിയതിലുള്ള കുഴപ്പമാണ്. ഇതൊരു ഉപമയല്ല എന്നതാണ് വാസ്തവം. ഏതൊരു ചിന്താപ്രക്രിയയിലൂടെയാണോ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവൻ ദൃക്കിൽ ഒതുക്കുന്നതായി കണ്ടത്, അതേ പ്രക്രിയയുടെ തുടർച്ച എന്ന വണ്ണം ആ ദൃക്കിനെ അഖണ്ഡ ചൈതന്യമായ ദൈവത്തിൽ വിലീനമാക്കി ദർശിക്കണമെന്നതാണ് ഇവിടെ വിവക്ഷ. ഇവിടെ ചിന്തയിലെ അതുല്യമായ ഒരു അഭ്യാസ പാടവം ഗുരു കാണിച്ചിരിക്കുന്നു. ദൃശ്യപ്രപഞ്ചം ബാഹ്യവും ഭൗതികവുമായി അനന്തമാണ്. ദൈവമാകട്ടെ ചൈതന്യാത്മകമായി അനന്തമാണ്.
ബാഹ്യമായ അനന്തതയെ അറിവിന്റെ ബിന്ദുവിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്നിട്ട് അതിനെ വീണ്ടും അറിവിന്റെ അഖണ്ഡതയിലേക്ക് കൊണ്ടുപോയി വിലയിപ്പിക്കുന്ന ആശ്ചര്യകരമായ ഒരു ആനുഭൂതിക ദർശനമാണ് ഇതിലെ രഹസ്യം. രണ്ടാമത്തെ ശ്ലോകം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.